തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 16 മുതലുള്ളതായ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ദൈവം ഈ ധനവാനായ മനുഷ്യനെ വിളിച്ചത് മൂഢ എന്നാണ്. അവൻ എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം കാണിച്ചതായി നാം കാണുന്നില്ല. നന്നായി കൃഷി ചെയ്തു, അത് നല്ലതുപോലെ നിലമൊരുക്കി തന്നെയായിരിക്കും, വളമിട്ടായിരിക്കും, വിത്ത് മുളച്ചു വന്നപ്പോൾ വീണ്ടും വളം ഇട്ട് കാണും. മാത്രമല്ല അതിന് പുഴുക്കേടൊന്നും വരാതെ നോക്കിക്കാണും. എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണല്ലോ നല്ല വിളവ് കിട്ടിയത്, സംശയമില്ല. ബുദ്ധിപൂർവമാണ് കൃഷി ചെയ്തത്. നല്ല ഉചിതമായും യുക്തമായും ബുദ്ധിയായും കൃഷി ചെയ്തു, നല്ല വിളവ് കിട്ടി.
അതിലൊരു മണി നെല്ല് പോലും അല്ല, ഒരു മണി ഗോതമ്പ് പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളതായ ബുദ്ധിയും അദ്ദേഹം കാണിച്ചു. ഇപ്പോൾ ഉള്ള കളപ്പുരകൾ പോരാ, പുതിയ കളപ്പുരകൾ പണിയണം. എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ലോകപ്രകാരം ഈ മനുഷ്യൻ നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്, വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ കർഷക പ്രമാണിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് മൂഢ എന്നാണ്. എന്തുകൊണ്ടാണ് അവനെ മൂഢ എന്ന് വിളിച്ചത്? ഒന്നാമതായി ഇവിടെ തന്നെ പറയുന്നുണ്ട്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകുന്നു. അവൻ ദൈവ വിഷയമായി സമ്പന്നനായില്ല. ഭൂമിയിൽ സമ്പന്നനായി. സമ്പത്ത് പാപമല്ല, പണം ഉണ്ടാക്കുന്നത് പാപമല്ല, കൃഷി ചെയ്യുന്നത് പാപമല്ല, കൃഷിയിൽ നിന്ന് വിളവെടുക്കുന്നത് പാപമല്ല. ദരിദ്രനായി ജീവിക്കണം ദൈവം ആരെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പൈസയില്ലാതെ വലയണം ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും നല്ലതുപോലെ പഠിക്കാം, നല്ലതുപോലെ പാസ്സാകാം, നല്ല ജോലി നേടാം, നല്ലതുപോലെ ജോലി ചെയ്യാം, നല്ല ശമ്പളം വാങ്ങാം, ബാങ്ക് ബാലൻസ് ഉണ്ടോ നല്ലത് വാങ്ങിക്കൂട്ടിക്കൊള്ളൂ. എന്നാൽ നീ ദൈവവിഷയമായി സമ്പന്നായിക്കൊള്ളണം. ഇതാണ് ദൈവം പറയുന്നത്. ദൈവവിഷയമായി സമ്പന്നാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. അനേകം ആളുകളും തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവരാണ്, ദൈവവിഷയമായി സമ്പന്നാകുന്നില്ല. ഒരു ദൈവം ഉണ്ടോ? ആർക്കറിയാം? അത് ചിന്താവിഷയമല്ല. ദൈവം കാണുമോ? പേടിയില്ല. ദൈവം അറിയില്ലേ? ഭയമില്ല. ഒരു ദിവസം ഞാൻ മരണം വഴിയായി കടന്നു ചെന്ന് ഈ ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലേ? ചിന്തയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ ദൈവം മൂഢ എന്ന് വിളിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഹി വാസ് നോട്ട് ഗോഡ് കോൺഷ്യസ്. ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഗോഡ്. അവൻ ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവനായിരുന്നില്ല. ഓർക്കൂ, ദൈവത്തെക്കുറിച്ച് കോൺഷ്യസ് അല്ലായിരുന്നു, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു, ദൈവബോധമില്ലായിരുന്നു. ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഗോഡ്. അവൻ ഗോഡ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് പറയാം. അനേകരങ്ങനെയാണ്. ആരെങ്കിലും ഉപദ്രവിക്കാൻ പേടിയില്ല, ആരെങ്കിലും ചതിക്കാൻ പേടിയില്ല, ആരെയെങ്കിലും മുറിപ്പെടുത്താൻ പേടിയില്ല. ആരെ പേടിക്കാൻ? മാതാപിതാക്കളെ ധിക്കരിക്കാൻ പേടിയില്ല, മദ്യപിച്ച് ലക്കുകെട്ട് കൂത്താടി നടക്കാൻ ഭയമില്ല, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നു, ദൈവഭയമില്ല, ദൈവവിചാരമില്ല. ഉണ്ടെങ്കിൽ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. മോഷണങ്ങൾ നടത്തുന്നു, കവർച്ചകൾ നടത്തുന്നു. പാവപ്പെട്ട മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കി അവൻ സ്വരൂപിച്ച് വെച്ചത് ഒരു ദിവസം പെട്ടെന്ന് വന്ന് കവർ ചെയ്തുകൊണ്ട് പോകുന്നു. പോക്കറ്റടികൾ, മോഷണങ്ങൾ, കവർച്ചകൾ, ഭവനഭേദനങ്ങൾ, കൊള്ളകൾ, ഇങ്ങനെ എന്തെല്ലാം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. ദൈവഭയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദൈവമുണ്ട്, ദൈവം കാണുന്നു, ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവം അറിയുന്നു. ആ ഭയമുണ്ടെങ്കിൽ തീർച്ചയായും പാപം ചെയ്യുകയില്ല. ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞു, സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്യരുത്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്യരുത്. ദാവീദ് സ്വന്തം അനുഭവം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പാപം വന്നു, ദൈവവിചാരം വിട്ടുപോയിരുന്നു, ദൈവബോധം വിട്ടുപോയിരുന്നു, പാപം വന്നു. സ്നേഹിതരെ, പാപം ജീവിതത്തിൽ വരുന്നത് ദൈവബോധമില്ലാത്തത് കൊണ്ടാണ്, ദൈവവിചാരമില്ലാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിക്കും, നമസ്കാരങ്ങളുണ്ട്, ആരാധനകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എന്നാൽ പാപം ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല താനും. ദൈവഭയമില്ല. എല്ലാം ഉണ്ട്. ചടങ്ങിലുള്ള പ്രാർത്ഥനകളുണ്ട്, ചടങ്ങിലുള്ള നമസ്കാരങ്ങളുണ്ട്, ചടങ്ങിലുള്ള പ്രസംഗങ്ങളുണ്ട്, ചടങ്ങിനെല്ലാം ഉണ്ട്, എല്ലാം. പക്ഷേ ദൈവഭയമില്ല. ദൈവം കാണുന്നു. ആ ഒരു നടുക്കം നമുക്കുണ്ടെങ്കിൽ സ്നേഹിതരെ, നാം പാപം ചെയ്യാൻ ഭയപ്പെടും. പാപം ജീവിതത്തിൽ വരില്ല. എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ദൈവം തന്നതാണെന്ന് വിചാരമില്ല. മാന്യ സ്നേഹിത, ദൈവം തരാതെ നിനക്ക് എന്തുണ്ട്? നിന്റെ ഇന്നത്തെ ആരോഗ്യം ആര് തന്നതാണ്? നീ അറിഞ്ഞില്ല ദൈവമാണ് നിന്നെ താങ്ങിയതെന്ന്. മോളെ, നീ അറിഞ്ഞില്ല സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ കാത്തതെന്ന്. അത്യാപത്ത് വന്നതല്ലേ, ആക്സിഡൻറ്റ് വന്നതല്ലേ, അത്യാഹിതം സംഭവിച്ചതല്ലേ, ആര് രക്ഷിച്ചു? ദൈവത്തിന് സ്തോത്രം. രോഗക്കിടക്കിൽ നിന്നെ എഴുന്നേൽപ്പിച്ചത് ആരാണ്?
വശം കെട്ട് പോയതായിരുന്നില്ലേ? നിരാശ വന്നതായിരുന്നില്ലേ? തളർന്നു പോയതായിരുന്നില്ലേ? ഇനി എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നില്ലേ? നീ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നിൻ്റെ സ്വന്തപ്പെട്ടവർ വിചാരിച്ചിരുന്നില്ലേ ഇനി ബാഹ്യലോകം കാണുകയില്ലായിരിക്കും? അയ്യോ, തീരാൻ പോവുകയാണല്ലോ, ഇല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും ജീവിതം തീരാൻ പോകുന്നെന്ന് വിചാരിച്ചവരായിരുന്നില്ലേ? എന്നാൽ സ്നേഹിതരെ ആര് നിർത്തി? ദൈവം തന്നതല്ലേ ആയുസ്? ദൈവം തന്നതല്ലേ ഇന്നത്തെ ആരോഗ്യം? ദൈവം തന്നതല്ലേ ഇന്നത്തെ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ശേഷി? സ്വർഗത്തിലെ ദൈവം തന്നതല്ലേ മോനെ ഇന്ന് നടക്കാൻ നിനക്കുള്ള കഴിവ്? ഇന്ന് പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നതല്ലേ? ഇന്ന് നിനക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നതല്ലേ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ദൈവമില്ലെങ്കിൽ നാം പൂജ്യമല്ലേ? നാം വെറും നിസ്സാരരല്ലേ? ഇങ്ങനെ പറയും, വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം എ സീറോ. ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോ ആണ്, ക്രിസ്തു ഇല്ലെങ്കിൽ ഞാനൊരു പൂജ്യമാണ്. ദൈവവൈതലേ, ഞാനിത് വാക്കുകൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ ആകെ ബലം യേശുവാണ്, എൻ്റെ ആകെ സമ്പത്ത് യേശുവാണ്, എൻ്റെ ആകെ പ്രത്യാശ യേശുവാണ്, എനിക്ക് ആകെ ആശ്രയം യേശുവാണ്. അപ്പനില്ലാതെ വളർന്നു വന്ന് ഞാൻ ഒരു വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ട് നിരാശയിലും ആകുലതയിലും ജീവിച്ച എനിക്ക് ഈ യേശു ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ഇന്ന് ഞാൻ സമാധാനമായി കഴിയാൻ കാരണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ, ആരും കയറി വരാത്തൊരു വീടായിരുന്നു ഇത്. ആരും കയറി വരികയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരും തിരിഞ്ഞു നോക്കാത്ത ഭവനമായിരുന്നു. ആരെ കാണാൻ വരണം? ആരെ കാണാൻ, ആരോട് മിണ്ടാൻ വരണം? അമ്മ പാവം വിധവ, ഞങ്ങൾ കുഞ്ഞുങ്ങൾ, ഞാനും എൻ്റെ പെങ്ങളും 2 പേര്, ഇതാ പറക്കമിറ്റാത്ത 2 കുഞ്ഞുങ്ങൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഏങ്ങളെടുത്ത് കഴിഞ്ഞ ദിനരാത്രങ്ങൾ എത്ര കാലം കരഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അമ്മ കരയും, പെങ്ങൾ കരയും, ഞാനും കരയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ ലജ്ജയില്ല കേട്ടോ. അമ്മ പലപ്പോഴും പറയും വീട് ഉറങ്ങിപ്പോയി എന്ന്. എനിക്ക് യേശു ക്രിസ്തുവിനോട് കടപ്പാടുണ്ട്. എനിക്ക് യേശുവിനെ മറക്കാൻ വയ്യ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എനിക്ക് എൻ്റെ യേശുവിനെ മറക്കാൻ വയ്യ. അവനാണ് എനിക്ക് അഡ്രസ്സ് തന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, ദൈവം ജീവിതത്തിലേക്ക് വരട്ടെ. നിത്യനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് കോൺഷ്യസ് ആയിക്കൊള്ളൂ മോനെ, ദൈവവിചാരമുള്ളവനായിക്കൊള്ളൂ. ഒരു ദൈവമുണ്ട്. ആ ദൈവം വലിയവനാണ്. ആ ദൈവം സർവ്വവല്ലഭനാണ്. ആ ദൈവം സർവ്വശക്തനാണ്. നിൻ്റെ പോരായ്മകൾ നികത്താൻ മതിയായവനാണ്. നിൻ്റെ രോഗം മാറ്റാൻ മതിയായവനാണ്. മോളെ, നിൻ്റെ കഷ്ടപ്പാടിനൊരു പൊറുതി തരാൻ അവൻ മതിയായവനാണ്. മോനെ, നിൻ്റെ ദുരിതം അകറ്റാൻ അവൻ മതിയായവനാണ്. നീ ഇന്ന് വലയുന്ന വിഷയങ്ങളിൽ ഒരു കരയേറ്റം തരാൻ ദൈവം മതിയായവനാണ്. കുഞ്ഞേ, നിൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. നീ ഇന്ന് അനാഥയെ പോലെ കേഴുകയാണ്. നിൻ്റെ കാര്യം നോക്കാൻ ഈ യേശു ക്രിസ്തു മതിയായവനാണ്. മോനെ, നിൻ്റെ ഭാര്യ നേരത്തെ അക്കരയ്ക്ക് പോയി. നീ ഇന്ന് ചെറുകൊടിഞ്ഞ പക്ഷിയെപ്പോലെ കരഞ്ഞു കഴിയുകയാണ്. എന്നാൽ നിന്നെ താങ്ങാൻ യേശുവിൻ്റെ കരം മതിയായതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പനില്ലാത്തവരാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ നഷ്ടപ്പെട്ടവരാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിഞ്ചോമന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഉള്ളുനൊന്ന് കേഴുന്നവർ, കരയുന്നവരാരെല്ലാം ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആശ്വാസം ക്രിസ്തു തരും. ക്രിസ്തു മാത്രമേ ആശ്വാസം തരികയുള്ളൂ. നിലനിൽക്കുന്ന ഈ ആശ്വാസം ക്രിസ്തുവിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും തീരാത്ത സമാധാനം, ഒരിക്കലും തീരാത്ത സന്തോഷം, ലോകത്തിന് തരാൻ സാധ്യമല്ലാത്ത സന്തോഷം, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. ഈ യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്കൊന്ന് വരട്ടെ. ദൈവമുള്ളവരായി നിങ്ങൾ ജീവിക്കൂ. യേശു ക്രിസ്തു ജീവിതത്തിൽ ദൈവമായി വാഴുന്ന സ്വർഗീയ അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കൂ. ദൈവബോധമുള്ളവരായി നിങ്ങൾ ജീവിക്കൂ. ദൈവത്തെ ഭയപ്പെടുന്നവരായി നിങ്ങൾ ജീവിക്കൂ. പാപം വരാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കൂ. അഴുക്ക് പറ്റാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കൂ. അരുതാത്തൊരക്ഷരം പോലും വരാതെ, അരുതാത്തൊരു ചലനം പോലും വരാതെ, ഹീനമായ ഒരണു പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ഒരു പുതിയ ജീവിതം നയിക്കാൻ തുടങ്ങൂ. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം ശോഭായമാനമാകും. നിങ്ങളുടെ ജീവിതം പ്രത്യാശാഭരിതമായി തീരും.
നിങ്ങളുടെ കേടുകൾ മാറും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രോഗങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടത്തിനൊരു പൊറുതി കിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, ദൈവമുള്ളവരാകുവീൻ. ദൈവമാണ് ഏറ്റവും വലിയ നിധി, ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദൈവ വിഷയമായി സമ്പന്നരാകൂ. ദൈവ വിഷയമായി സമ്പന്നനായില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിക്കുന്നത് മൂഢ എന്നായിരിക്കും. വിഡ്ഢിത്തമാണ്, തീർത്താ തീരാത്ത നഷ്ടമാണ്, ഒരിക്കലും നികത്താനാവാത്ത കേടാണ്, ഒരിക്കലും നികത്തിയെടുക്കാൻ വയ്യാത്ത കെടുതിയാണ്. ഓർത്തുകൊള്ളൂ, തീരാ നഷ്ടം നിങ്ങൾക്കാർക്കും വരല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാൾസ് ഡാർവിൻ എന്ന്? ചാൾസ് ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതിയ സിദ്ധാന്തമുണ്ട്, തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമവാദം എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം. എങ്ങാണ്ട് നിന്നോ ഒരണു വന്ന് വീണു എന്നും, എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, ആ അണു പല രൂപപരിണിതികൾ പ്രാപിച്ചു എന്നും, അത് മീനായിട്ട് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു എന്നും, പിന്നീട് വാൽമാക്രിയായി വെള്ളത്തിലൂടെ സഞ്ചരിച്ചു എന്നും, പിന്നീട് അത് കരയ്ക്ക് പറ്റി കരയിൽ തവളയായി വളർന്നു എന്നും, അത് പിന്നീട് രൂപപ്പെട്ട് അത് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന തവളയായി കഴിഞ്ഞിട്ട് പിന്നീട് പല രൂപപരിണിതികൾക്ക് ശേഷം അത് കുരങ്ങായി തീർന്നുവെന്നും, കുരങ്ങ് മൂത്ത് അവസാനം മനുഷ്യനായി തീർന്നുവെന്നും, ഈ മനുഷ്യൻ ഇനി മൂത്ത് അവൻ സൂപ്പർമാനായി തീരും, അതിമാനുഷ്യനായി തീരുമെന്നും എല്ലാമാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. പ്രിയപ്പെട്ടവരെ, ഈ ഡാർവിൻ ദൈവവചനത്തെ ധിക്കരിച്ചു. ദൈവവചനം തെറ്റാണെന്ന് പറഞ്ഞു, ദൈവവചനം മിഥ്യയാണെന്ന് പറഞ്ഞു. ഇത് മിയർ അബ്സേർഡിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ശുദ്ധ അസംബന്ധമെന്ന്, വെറും കേവല അസംബന്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഒരു പൂന്തോപ്പ് ഉദ്യാനമുണ്ട്, അതിലൂടെ ഇങ്ങ് നടക്കുകയായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ അപ്പുറത്ത് റോഡുണ്ട്, റോഡിൻ്റെ അപ്പുറത്ത് ഒരു വാടക വീടുണ്ട്. വാടക വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നയാൾ ഒരു പാവപ്പെട്ട സുവിശേഷകൻ. അദ്ദേഹം വേദപുസ്തകമെല്ലാം ഒരു സഞ്ചിയിലാക്കി തോളിലിട്ടുകൊണ്ട് അദ്ദേഹം ആ ഗേറ്റ് കടന്ന് വെളിയിലോട്ട് വന്നു. ഡാർവിൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്ന് ഈ ഒരു കാര്യമേ പറയുന്നേ? യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം മാത്രം പറയുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയും, നിങ്ങൾക്ക് പുതിയ വാർത്തയൊന്നും പറയാനില്ലേ? ഉടനെ സുവിശേഷൻ പറഞ്ഞു, സാറേ ഒരു കാര്യം, ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അനേകം പേർക്ക് സമാധാനം കിട്ടുന്നുണ്ട്, അനേകം കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നുണ്ട്, വഴക്കടിച്ചിരിക്കുന്നവർ അവരിണങ്ങുന്നുണ്ട്, ഭിന്നിച്ചു പോയവർ വളരെ അടുപ്പത്തിലായി തീരുന്നുണ്ട്. സാറ് ഈ പരിണാമസിദ്ധ കുരങ്ങ് മൂത്ത് മനുഷ്യനായി എന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് സമാധാനം കിട്ടി, എത്ര പേർക്ക് പ്രയോജനം ഉണ്ടായി? സാറിങ്ങനെ ഒരു വലിയ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എത്ര പേർക്ക് ഗുണം കിട്ടി? സുവിശേഷൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഡാർവിൻ അവിടെ അല്പനേരം ഒന്ന് തറ്റു നിന്നു. എന്നിട്ട് പയ്യെ വെച്ച് അദ്ദേഹം വീട്ടിലേക്ക് കയറിപ്പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വസ്ഥതയില്ല. ശരിയാണല്ലോ, ഞാനൊന്നും നേടിയില്ലല്ലോ, ആർക്കാ സമാധാനം കിട്ടിയത്? കുരങ്ങ് മൂത്ത് മനുഷ്യനായി എന്ന് പറഞ്ഞാലോ, മനുഷ്യൻ മൂത്ത് ഇനി സൂപ്പർമാൻ ആകുമെന്ന് പറഞ്ഞാലോ ആർക്ക് ഗുണം കിട്ടും? അതുകൊണ്ട് എന്താ പ്രയോജനം? മനുഷ്യ സമൂഹത്തിന്, മനുഷ്യരാശിക്ക് എന്താണ് പ്രയോജനം? ചിന്തിച്ചു. ഈ ബൈബിളിൽ പറയുന്നത് അതെന്താണാവോ? ഒന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ അലമാര തുറന്ന് പുസ്തകങ്ങൾ ഓരോന്നെടുത്ത് നോക്കി ബൈബിൾ എടുത്തു. പൊടി തട്ടി കളഞ്ഞിട്ട്, ഉപയോഗിക്കാറില്ലല്ലോ, പൊടി തട്ടി കളഞ്ഞിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. ആദ്യം അദ്ദേഹം തുറന്ന് കിട്ടിയത് എബ്രായ ലേഖനം 9-ാം അധ്യായമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ അദ്ദേഹം വായിച്ചത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എന്താണ് ഈ വിമോചനം? വിമോചനം എന്നുള്ള വാക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്. സ്വാതന്ത്ര്യം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവമക്കളെ, ആ വാക്കിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും മനസ്സിലാകാതെ അമ്പരന്നിരുന്നു. ലേഡി ഹോപ്പ് എന്ന് പറയുന്ന ഒരു മഹതിയെ വിളിച്ചു വരുത്തി. ദൈവദാസി അവിടെ വന്നു ഈ വാക്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ക്രിസ്തുവിൻ്റെ തിരുരക്തം വിമോചനം തരുന്നു എന്ന്, ക്രിസ്തുവിൻ്റെ തിരുരക്തം മനുഷ്യ മനസ്സിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നുവെന്ന്, ക്രിസ്തുവിൻ്റെ തിരുരക്തം മനുഷ്യ ഹൃദയത്തിന് ശാന്തി നൽകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ ലേഡി ഹോപ്പിനോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു സമാധാനം കിട്ടുന്നുണ്ടല്ലോ, എനിക്കൊരു ശാന്തി കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ദയവായി എൻ്റെ വീട്ടിൽ പ്രാർത്ഥനായോഗം വെച്ചാൽ നിങ്ങൾക്ക് വന്ന് ഇതൊന്ന് പ്രസംഗിക്കാമോ? അവിടെ യോഗം വെച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ലേഡി ഹോപ്പ്
ക്രിസ്തുവിൻ്റെ തിരുവചനത്തെക്കുറിച്ചും ക്രിസ്തു തിരുരക്തം ചൊരിഞ്ഞതിൽ കൂടെ നേടിയെടുത്ത രക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ക്രിയേഷൻ ഓർ റെവല്യൂഷൻ എന്ന പേരിൽ ഡോക്ടർ ഈനോക്ക് എഴുതിയൊരു പുസ്തകമുണ്ട്. മലയാളത്തിലുണ്ട് ആ പുസ്തകം. സൃഷ്ടിയോ പരിണാമമോ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സൃഷ്ടിയോ പരിണാമമോ, ഡോക്ടർ ഈനോക്ക് എഴുതിയ പുസ്തകം. അത് ക്രിയേഷൻ ഓർ റെവല്യൂഷൻ. ആ പുസ്തകത്തിൽ ഈ സംഭവങ്ങളെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ, വേദപുസ്തകത്തെ നിഷേധിച്ചിരുന്നയാൾ ദൈവവിശ്വാസിയായി തീർന്നു, ക്രിസ്തുവിശ്വാസിയായി തീർന്നു. ഇപ്പോൾ ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊന്ന് ഒരു വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുവാൻ നിങ്ങൾക്ക് തുടങ്ങാമോ? ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാഥനായി സ്വീകരിക്കാമോ? ക്രിസ്തുവിനായി നിങ്ങളുടെ ഉള്ളം തുറന്നു കൊടുക്കാമോ? ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേർതിരിക്കാമോ? ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നത് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട്, ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട്, വിശ്വാസത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? ക്രിസ്തുവിൻ്റെ തൃക്കരങ്ങളിലേക്ക്, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ക്രിസ്തുവിനോടൊരു വാക്ക് പറയാമോ? നാഥ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് വാക്ക് പറയുവീൻ. ദൈവജനമേ, നിങ്ങളുടെ തലമേൽ ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങട്ടെ. നീതി സൂര്യൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കട്ടെ. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ കെട്ടിരിക്കുന്ന ദീപം കത്തിച്ചു തരട്ടെ. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകളും പുതിയ പ്രത്യാശകളും ഉണർത്തി തരട്ടെ. യേശു ക്രിസ്തു നിങ്ങളുടെ രോഗങ്ങളെ മാറ്റി തരട്ടെ. യേശു ക്രിസ്തു നിങ്ങളുടെ കേടുകളും കെടുതികളും മാറ്റി തരട്ടെ. യേശു ക്രിസ്തു നിത്യജീവന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. നിങ്ങളുടെ ജീവിതം പുതുതാക്കി തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, നിന്റെ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ നിർണയത്തോടെ എഴുന്നേൽപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. നാഥാ, അവിടുത്തെ തിരുവചനത്താൽ ഇന്ന് ഈ ജനത്തെ ധന്യരാക്കി എഴുന്നേൽപ്പിക്കണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ മക്കൾ ഓരോരുത്തരും ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ സമാധാനം നൽകണമേ. രോഗബാധകൾ മാറ്റിക്കൊടുക്കണമേ. ഭൂതബാധകൾ നീക്കിക്കൊടുക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കണമേ. കുടുംബശാപങ്ങൾ മാറ്റിക്കൊടുക്കണമേ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. രക്തത്തിന് മുദ്ര തന്ന് എഴുന്നേൽപ്പിക്കണമേ. മഹത്വം രക്ഷകൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമേൻ.